രാഷേ എന്താണ് ഒരു പ്ലാനിത്? ബോർമ പോണേ പോട്ടാ. 10 രൂപയുടെ പെറോട്ട ഒരു ചൂണ്ടയായിട്ട് നീ ഇങ്ങോട്ട് വാ. ഇവിടെ സ്വർഗാടാ. ട്രേഡ് ഇല്ല, ഇൻസ്പെക്ഷൻ ഇല്ല. നിനക്ക് ഇഷ്ടമുള്ളപ്പോ പണിയെടുത്താ മതി. ആരും ചോദിക്കാനും പറ്റില്ല. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അയാളുടെ ഒരു ചൂണ്ട മാർക്കറ്റിംഗ്. വേണ്ട വേണ്ട, എനിക്കെന്താണ്? എടാ പെങ്കൊച്ച് പരാതി പിൻവലിച്ചു. നിന്റെ ലൈസൻസിന്റെ ഹസ്ബൻഡ് മാറ്റിയിട്ടുണ്ട്. എങ്ങനെ? അതറിയാമല്ലോ, കുറച്ചു മുമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നെ വിളിച്ച് പറഞ്ഞതാ. നിന്നെ വിളിച്ചു പറയാം എന്റെ മൊബൈലിൽ ബാലൻസ് ഇല്ലായിരുന്നു. പവിത്ര നീ ഇന്ന് പനക്ക് പോയായിരുന്നാ? എടാ ഒരു 5 ചെമ്പിൻ തടാ ചൂണ്ടിടാനാ. നോക്കി നിൽക്കാതെ കട തുറക്കണ. ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ വിറ്റ് തീർക്കണ്ട. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങണം. ഇതൊക്കെ ചൂടപ്പം മുള വെക്കും. വന്നാ നീ വന്ന് നന്നായി. സ്റ്റോക്കൊക്കെ തീർന്നു കാണുമല്ലേ? റിട്ടേണോ? ഇതെന്താണ് ഒന്നും പോയില്ല, കൊണ്ടുവച്ച ഓരോന്നുണ്ടല്ലോ. നിന്റെ ബോർമ റെഡി ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം ആരും ഒന്നും മേടിക്കുന്നില്ല. നീ എല്ലാവർക്കും പേടിയ വയറ് കേടാവുന്നു. കാശ് കൊടുത്ത ആരെങ്കിലും വയറ് കേടാക്കാൻ തയ്യാറാവൂ? ചേട്ടാ, അത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഫുഡിന്റെ റിസൾട്ടും വന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ പരാതി കൊടുത്തവര് പിൻവലിക്കുകയും ചെയ്തു. ആണോ? അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്. അത് കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾ മേടിച്ചു നിൽക്കും. ഞാനും പ്രസ് ചെയ്യാന്നേ. അപ്പൊ ഇത് കൊണ്ടുപോകണമല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് കൂടി ചിലവാവില്ല. നീ വാരാഴ്ചയൊന്നും അപ്പൊ മാത്രമേ ഉള്ള കച്ചവടക്കാരനോട് ഇവരെന്നു വന്നാലും കുറ്റം. അവരെ ഇവിടെ നിന്ന് മുടിഞ്ഞുള്ളൂ. ചീത്തപ്പേരായ സ്ഥിതിക്ക് പ്രൊഡക്റ്റിന്റെ പേര് മാറ്റി. ഇനിയിപ്പോ കച്ചവടം കിട്ടാൻ അതേ ഒരു നിവർത്തിയുള്ളൂ. ആ തമ്പി കുളമാക്കിയുടെ രാശേ. ആ മാർക്കറ്റ് പിടിച്ചിട്ട് പൊട്ടിച്ചാലാ. വീഡിയോ അല്ല, എന്ത് കുത്തിരിപ്പുണ്ടാക്കില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. മനസ്സിലായോ? വേദന എടുത്തോ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വീഡിയോ പിടിച്ചേ. ലാസ്റ്റ് നീ തന്നെ എന്നെ തല്ലി. ഞാൻ തല്ലില്ലായിരുന്നെങ്കിലേ അവന്മാരടിച്ച് പഞ്ഞി കിട്ടാനെ. എന്റെ കൈക്ക് നല്ല പവറായി. ഇതിനുമ്പോ അവന്മാരുടെ 2 തല്ലുകൊള്ളുന്നായിരുന്നു. സാരമില്ല, 100 രൂപ തരാം. പോയി 1 ലിറ്റർ അടിച്ചു. പാ പൊന്നെ പാ. ചേച്ചി, ആ മിച്ചർ കൂടെ കളഞ്ഞത്. എടാ രാജേഷ, ഇത് കളയണ? ഇതിരുന്നോളും. ഇരുന്നിട്ട് ഇപ്പൊ എപ്പോ വയ്ക്കാനാണ്? ഇനി പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിന്റെ ലൈസൻസ് ഒക്കെ കിട്ടി വരുമ്പോൾ ഒരു സമയം എടുക്കും. ഇതാകുമ്പോ ഇവന്റെ പന്നി എങ്ങനെ നിന്നോളും. എന്നാലും ഇത് കളയണ്ട. കളയ ചേച്ചി. ഓടിയതോ അവളൊരു മദ്യവിരോധം. പരാതിക്കാർ വന്നേക്കണം. എന്താണ്? വയറിളക്കാനുള്ള ഉണ്ണിയപ്പം വാങ്ങാൻ വന്നായിരിക്കും അല്ലേ? അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ, ക്ഷമിക്കണം. ചേട്ടാ, ക്ഷമിക്കണോന്ന്. ഒരാളുടെ കഞ്ഞിൽ മണ്ണ് വരച്ചിട്ട് ക്ഷമിക്കണോന്ന്. നല്ല കാമഡി. ഞാൻ പോണ്ട. ഓരോരോ വാണങ്ങളെ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. മിസ്റ്റേക്ക്? എടീ, ഒരാളുടെ അന്നം മുടക്കാൻ സുഖ, അത് കൊടുക്കാനാ പാട്. ഞാൻ പറഞ്ഞില്ലേ, അറിയാതെ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു. അതിൽ കൂടുതൽ ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് പോയി തരുമോ? പോ. ആ കൊച്ചിന് മാന്യത ഉള്ളോണ്ടാ അതിവിടെ വന്ന് നിന്നോട് മാപ്പ് പറഞ്ഞിട്ട് പോയത്. അതിനാ കൊച്ചിനെ ഇങ്ങനെ അപമാനിച്ചു വിട്ട് ഒട്ടും ശരിയായില്ല കേട്ടാ. ചേച്ചി എന്റെ സൈഡാണോ അവളുടെ സൈഡാണോ? ഞാൻ ന്യായത്തിന്റെ സൈഡാ. എന്തൊരു ഉടായ്പുണ്ടല്ലോ.
നിന്നെ ഞാനേ ശരിയാക്കി തരാട്ടാ. രാജേഷിനെ കാലത്തോട്ട് ഇവിടെ അങ്ങ് കാണുന്നില്ല. എവിടെയാണെന്ന് അറിയാൻ പാടില്ല കേട്ടാ. ഇതെവിടെ പോയിക്കണേന് അനന്താ എന്താ ആര് രാഴ്ച വിളിച്ചിരിക്കണ്. പലിശക്ക് കാശ് മേടിച്ച അന്തസ്സായിട്ട് തിരിച്ചു കൊടുക്കണപ്പാ. ആ നിനക്കും ബാധകമാണത്. ആ ഞാൻ നാളെ തരുമല്ല. ഏത് നാളെ? എല്ലാ ദിവസവും നാളെ ഉണ്ടല്ലോ. ഇതെവിടെ എന്റെ പൈസ? നാളെ തരാ. ഇതിപ്പോ ഒരാഴ്ചയായിട്ട് നാളെ നാളെ എന്നല്ലേ നീ പറയണത്? ഞാനിതാ ഇങ്ങോട്ട് താമസം മാറണോ? വേണ്ട, നാളെ ഉറപ്പായിട്ട് തരും. രാമേട്ടോ, രാമേട്ടൻ പണ്ട് വെള്ളത്തിൽ മുങ്ങിയ കരിമീനൊക്കെ പിടിച്ചിട്ടില്ലേ? പിടിച്ചിട്ടില്ല, കുത്തിയെടുത്ത്. ഞാൻ പറഞ്ഞില്ലേ രാമേട്ടൻ പിടിച്ചിട്ടുണ്ട്. ഒരു ഈ വീതി എന്ത് നീളമുണ്ട്. കരിമീന ആടാ, ഞാൻ ചൂണ്ട വെള്ളത്തിലോട്ട് ഇട്ടതും തൊട്ടടുത്ത് അവൻ അങ്ങോട്ട് പൊങ്ങി. അപ്പൊ തന്നെ കൊടുത്തു അവന്റെ കുഞ്ചു കിഴുക്കിട്ട് കുത്തോറണം. എവിടെയിട്ട്? എടാ കുഞ്ചിക്കുഴി ഏതാണ്ട് ഇവിടെയായിട്ട് വരും. ആഹാ, ഊഞ്ഞാലാട്ടിയതാണല്ലേ? ആ ഇവിടെ കാശ് റെഡിയായ പിന്നെ സെറ്റ്. അടുത്ത മാസം തരാട്ടോ. അതന്നെ എനിക്ക് കോളേജ് ഫീസ് അടക്കാനുള്ള പുതിയ വണ്ടിയാ? ഇന്ന് കാലത്ത് കിട്ടികള് എങ്ങനെയുണ്ട്? ആ 2 ദിവസം ശമ്പളം. ഈ ഫുഡ് ഡെലിവറി പരിപാടിയൊക്കെ സെറ്റപ്പ് അല്ലേ? പിന്നല്ലാണ്ട് കളിക്കണ കളിയാണോ? വേറെ 5 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. 12,000 രൂപ ഒപ്പിക്കാം. പക്ഷേ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലടാ. അതിനെന്താണ്, ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോവാ പഠിക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ബൈക്ക് വേണ്ടേ? അതിനെന്താണ്, എൻ്റെ പഴയ ബൈക്കില് അടുത്തു. ഒരു കൈ നോക്കാല്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നീ വിട്ടോ. എടാ ഇനി 2 ദിവസം കൂടി ഉണ്ടല്ലോ, ബാക്കി ഇനി എന്നാ? ചേട്ടാ, ഞാൻ നാളെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ തന്നില്ലേ. ഞാൻ എവിടെയും പോണില്ല, ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി തരാം. തന്നം തരും. അയാളുടെ ഒരു കാര്യം വേണ്ട വേണ്ട. നമ്മുടെ തെക്കേതിലെ ജോമോനോട് പറഞ്ഞിട്ടൊരു വിസ സംഘടിപ്പിക്കാം. എന്നിട്ട് കുറച്ച് കാണുന്ന ഗൾഫിൽ ചെന്ന് നിൽക്കും. അവിടെ ചെന്ന് നല്ലൊരു ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാശുണ്ടാക്കാം. ആ കാശ് കൊണ്ടുള്ള കടമെല്ലാം തീർത്തിട്ട് ബാക്കി കാശ് കൊണ്ട് ഇങ്ങോട്ട് വന്നിടണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ലൊരു ബിസിനസ് നമുക്ക് തുടങ്ങണം. ഗൾഫിൽ പോയി അടിമപ്പണി എടുക്കാനാ ഞാനാ? എൻ്റെ പൊന്ന് മിഞ്ചേട്ടോ, ചെറുതാണെങ്കിലും ഞാനൊരു കമ്പനിയുടെ ഓണറാണ്, അത് നിങ്ങൾ മറക്കരുത്. പിന്നെ പ്രശ്നങ്ങളൊക്കെ ബിസിനസ്സിൽ പതിവാണ്. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് പിടിച്ചു നിൽക്കുന്നവൻ ഒരു ദിവസം വിജയിക്കും. എൻ്റെ ദിവസവും വരും. നിങ്ങൾ നോക്കിക്കോ. ഈ കപ്പുറത്തും കാവറത്തും വിട്ടിട്ടില്ലേ നടക്കും.